കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറിൽ ജനിച്ചവർക്ക് നല്ല കാലം തന്നെയാണിത്. തൊഴിൽ പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാകാവുന്ന സമയമാണ്. നിലവിൽ അനുഭവിക്കുന്ന പല തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ മാറി വരാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭിക്കാവുന്ന കാലഘട്ടമാണ്. അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന തൊഴിൽ എന്തുമാകട്ടെ അതിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികം മെച്ചപ്പെടും. പുതിയ ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും. കുറേ നോക്കിയിട്ടും വിവാഹം നടക്കാത്തവർക്ക് ഈ വർഷം അതിന് നല്ല സാധ്യതയാണ് ഉള്ളത്. ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ വിവാഹം നടക്കും. ബന്ധങ്ങളിലൊക്കെയുള്ള പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാനാകുന്ന കാലമാണ്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തിലും വിജയം നേടാനാകുന്ന സമയമാണ്. ഭൂമി വാങ്ങാനോ വീട് വയ്ക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു വർഷവും അനുകൂലമാണ്. അതുപോലെ തന്നെ സന്താന തടസ്സം നിലവിൽ നേരിടുന്നവർക്ക് അതൊക്കെ മാറി സന്താന ലബ്ധിക്ക് ഇടയുള്ള വർഷമാണ്. പഠിക്കാനായിട്ടോ തൊഴിലിനായിട്ടോ ഒക്കെ വിദേശത്ത് പോകാൻ ഏറെക്കാലമായി ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ഏറ്റവും അനുകൂലമാണ്. ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടായേക്കാം. കുറേ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും തൊഴിൽ മാറാനും മെച്ചപ്പെട്ട തൊഴിൽ അന്വേഷിക്കാനുമൊക്കെ ഈ ഒരു വർഷം നല്ലതാണ്. എന്തു തുടങ്ങിയാലും വിജയസാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഒക്ടോബർ 20 മുതൽ ജനുവരി പകുതി വരെയുമുള്ള മാസങ്ങൾ അത്ര നല്ലതല്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ദുരനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടായേക്കാം. ശരീരസുഖവും കുറഞ്ഞിരിക്കും. ശരീരത്തിൽ മുറിവോ അതുപോലെ തന്നെ വാഹനയാത്രാമധ്യേയുള്ള ഭീതിയോ ഒക്കെ ഉണ്ടായേക്കാം. പ്രിയപ്പെട്ടവരുമായിട്ട് കലഹിക്കാനും ഒക്കെ ഇടയുള്ള മാസങ്ങളാണിത്. ഈ സമയം മനസ്സൊക്കെ ആകെ കലുഷിതമായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ മാസങ്ങൾ ഈ സമയം വളരെ സൂക്ഷിക്കുക.